300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വലിയൊരു പ്രകടനം ഉണ്ടായി. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളൊരു പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ പതാകകൾ കൂടുതലുണ്ടാകും. അമിത്ഷാ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാകിസ്ഥാനാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ചുവയുള്ള ഒരു വർത്തമാനമാണ് CPM പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. കുറച്ചു കാലമായി BJPക്കും CPMനും ഒരേ സ്വരമാണ്. CPMലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ആ സ്വരം ഉണ്ടാവുള്ളൂ. ഏതാ താന്നൂര് കുഞ്ഞിക്കാത് കുട്ടി സാഹിബ് സ്വാതന്ത്ര്യ സമരരംഗത്തെ രംഗചൂളയിൽ നിവർന്നു നിന്ന് പൊരുതിയ നമുക്ക് അഭിമാനം പകർന്ന ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ജനിച്ചു വളർന്ന മണ്ണാണത്. അസിനാർ കുട്ടി സാഹിബിനെ പോലെയുള്ള സൈതാലി കുട്ടി സാഹിബിനെ പോലെയുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ജനിച്ചു വളർന്ന മണ്ണാണത്. ആ പ്രദേശത്തെയാണ് പാകിസ്ഥാനോട് ഉപമിച്ചത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് കളിക്കാൻ വരികയാണ്. ഏത് രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എനിക്കറിയില്ല. ഇന്ത്യക്കാർ ഒരു ഇന്ത്യക്കാരനെ നിൽക്കാൻ പറയുന്നു, ഞങ്ങൾ തറപറ്റിക്കുക തന്നെ ചെയ്യും. 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ